കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്ത് വന്നു. സമാന്തര പൂരം എക്സിബിഷൻ നടത്തി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ആരോപിച്ചു. പൂരം നടത്തിപ്പിന് ദേവസ്വങ്ങൾക്കുള്ള സാമ്പത്തികം എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണെന്നും കെ ഗിരീഷ് കുമാർ 24നോട്. പൂരത്തിനെ കരിവാരിത്തേക്കാനാണോ അല്ലെങ്കിൽ പൂരം ഇല്ലാണ്ടാക്കാനോ എന്തിനാണെന്ന് അറിയുന്നില്ല. അടുത്ത തവണത്തെ ഇതേ സമയത്ത് ഇതേ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെയുള്ള ദിവസങ്ങളിലേക്ക് ഈ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. വെറും എക്സിബിഷൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് 50 മീറ്റർ അപ്പുറം നിൽക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനെ ഇല്ലാണ്ടാക്കുകയാണ്. ഈ എക്സിബിഷൻ്റെ നീക്കിരിപ്പ് സംഖ്യ കൊണ്ടാണ് നമുക്ക് ഈ പൂരാഘോഷങ്ങളും അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളിലെ മറ്റു ഉത്സവാഘോഷങ്ങളും ഇതിൽ നിന്നുള്ള നീക്കിരിപ്പ് സംഖ്യയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും അത് ഏറ്റെടുക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്യും എന്നുള്ള ഉത്തമ വിശ്വാസം ഇവരുടെ മനസ്സിലുണ്ട്. വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, യഥാർത്ഥത്തിൽ ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ എക്സിബിഷന് പകരമായിട്ട് എന്തിനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരമൊരു എക്സിബിഷനുമായി രംഗത്ത് വരുന്നത്? അതിൽ എന്ത് രാഷ്ട്രീയ കളിയാണുള്ളത്? മാത്രമല്ല അതിൻ്റെ ആവശ്യകത എന്താണ്? തീർച്ചയായും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഉയർത്തുന്ന ചോദ്യം അത് തന്നെയാണ്. അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നുള്ളതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ തുക കണ്ടെത്തുന്നത് നിലവിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ എക്സിബിഷനിലൂടെയാണ്. ആ എക്സിബിഷന് സമാന്തരമായാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ ഉണ്ടാക്കി വെച്ച ഊരാക്കുടുക്കാണ്. അതായത് പുതിയ അംഗങ്ങൾ എത്തിയാൽ മാത്രമാണ് ഇനി ടെൻഡറിൽ നിന്ന് പിന്മാറുന്ന അടക്കമുള്ള നടപടികൾ സാധ്യമാകുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് നിലവിൽ ഈ ദേവസ്വങ്ങൾക്ക് ലഭിക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തൃശ്ശൂർ പൂരത്തെ തന്നെ തകർക്കുന്ന ഒരു നിലപാടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത്തവണ ഈ ടെൻഡർ നടപടി പൂർത്തിയായി സമാന്തരമായ ഒരു എക്സിബിഷൻ സാധ്യമായാൽ അത് പൂരത്തെ തന്നെ തകർക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നിലവിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂരപ്രേമികളെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു എക്സിബിഷൻ പൂരം നടത്തുന്നതിന് വേണ്ടി നടത്തുന്നു, അതിന് എതിർവശത്ത് 50 മീറ്റർ അകലെ മാത്രം പുതിയൊരു എക്സിബിഷൻ കൂടി നടത്തിയാൽ സ്വാഭാവികമായും ഈ പൂരം നടത്തുന്നതിനുള്ള തുക പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ സംബന്ധിച്ച് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ടെൻഡർ നടപടികൾ, അതായത് സമാന്തര എക്സിബിഷൻ നടത്താനുള്ള ടെൻഡർ നടപടികൾ കടുത്ത പ്രതിഷേധമാണുള്ളത്. അത് അവർ അറിയിക്കുകയും ചെയ്യുകയാണ്.